എന്താണ് സമയം? ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് ഇവിടെ സമത്വം എന്നുള്ളൊരു ആശയം ഇവിടെ ഈ പാനലിസ്റ്റ്, എന്റെ ബഹുമാന്യ പാനലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ നിഷയ്ക്കും രാഹുൽ ഈശ്വറിനും മനസ്സിലാകാത്തതിന്റെ ഒരു സങ്കടം ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ. അതിനോടൊപ്പം ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ, എന്നെയും ഞാൻ വിശ്വസിക്കുന്ന ദിനുവേലിനെ എല്ലാം ഫെമിനിസ്റ്റ് എന്ന് തന്നെ വിളിക്കണം. ഞങ്ങൾ എല്ലാ ജെൻഡറുകളുടെയും തുല്യതയിൽ വിശ്വസിക്കുന്ന മനുഷ്യരായതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും വീണ്ടും 2 ജെൻഡർ എന്നെടുത്ത് പറയുകയുണ്ടായി. 2 ജെൻഡർ മാത്രമല്ല, ഇവിടെ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് നിലനിൽക്കുന്ന കേരളത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ആക്ടിൽ അത് ലോ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ജെൻഡറുകളുടെയും ഇക്വാലിറ്റിയിൽ അടിസ്ഥിതമായാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ തുല്യത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ വിഭവങ്ങൾ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ, അതായത് ഒരു സ്ഥലത്ത് 3 ഉണ്ടെങ്കിൽ മറ്റേ സ്ഥലത്ത് 3 ഉണ്ടെന്നുള്ളത് ഇക്വാലിറ്റിയുടെ തത്വമല്ല എന്ന് നമ്മൾ വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളൊരു ഓപ്പൺ സ്ലേറ്റ് അല്ലെങ്കിൽ ക്ലീൻ സ്ലേറ്റിലല്ല തുടങ്ങുന്നത്. ചരിത്രപരമായിട്ട് അടിച്ചമർത്തലുകൾ ഉള്ള കമ്മ്യൂണിറ്റീസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കിവിടെ ദളിത് ജനസമൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്, മൈനോറിറ്റി ജനസമൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്, സ്ത്രീ വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലി ആൻഡ് അക്കാഡമിക്കലി പ്രൂവൻ റെക്കോർഡുകളുണ്ട്. അതായത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേവലം 31% സ്ത്രീകൾക്കാണ് ഭൂ ഉടമസ്ഥതയുള്ള. അതിൽ തന്നെ ഒറ്റയ്ക്ക് ഭൂ ഉടമസ്ഥത ഉള്ള സ്ത്രീകളെ നോക്കിയാൽ വെറും 11%. പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, നമ്മൾ സ്ത്രീകളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭകളിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും റെപ്രസെന്റേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ 15% മുകളിൽ പോയിട്ടില്ല. എന്തിന്? ജുഡീഷ്യറി നിങ്ങൾ എടുത്തു നോക്കൂ, 9% തൊട്ട് 12% വരെയാണ് ഇന്നും നമ്മുടെ ജുഡീഷ്യറിയിലും നമ്മുടെ നിയമവ്യവസ്ഥകളെല്ലാം സ്ത്രീ ഉള്ളത്. ഇത് പഠനങ്ങളുടെ ബേസിസിലും ചരിത്രപരമായിട്ട് ഒപ്രസ്ഡ് ആയിട്ടുള്ള, ചരിത്രപരമായിട്ട് മർദ്ദിതമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് കമ്മീഷനുകൾ സെറ്റ് ചെയ്യുന്നത്. കാരണം എന്തിനാണ്? എല്ലാ ജനവിഭാഗങ്ങളും ഒരുപോലെ മുന്നേറിയാൽ മാത്രമേ നാഷണൽ പ്രോഗ്രസ് ഉണ്ടാകുകയുള്ളൂ, ഇന്ത്യ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതെല്ലാം നമ്മൾ ടാക്സ് കൊടുക്കുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് ഈ കമ്മീഷനുകൾ ഉണ്ടാകുന്നത്, നമ്മൾ ഓർക്കണം. ഇവർ പറഞ്ഞ നേരത്തെ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഓരോ ക്ലോസ്, ഇവർ മുമ്പോട്ട് വെക്കുന്ന ഡിമാൻഡുകളുടെ കാര്യം തന്നെ ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഇതുവരെ ആൾനൊഴിയിൽ വീണു പോകുന്ന മനുഷ്യരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, മാൻഹോൾ ഡെത്ത്സിൽ, സ്യൂവർ ഡെത്ത്സിൽ വീണു പോകുന്ന മനുഷ്യരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം കാണുന്ന ദളിത് ഞങ്ങളുടെ സഹോദരന്മാരെയാണ്. അവരുടെ പ്രോബ്ലങ്ങളൊന്നും ഇവർ അഡ്രസ്സ് ചെയ്യുകയില്ല. ഏറ്റവും കൂടുതൽ ഇവിടെ റേപ്പ് ചെയ്യപ്പെടുന്ന ആണുങ്ങളുടെ എണ്ണം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മിക്കവാറും നമ്മൾ കാണുന്നത് കസ്റ്റഡി റേപ്സ് ആയിട്ടുള്ളതും അതുപോലെ കോൺഫ്ലിക്ട് റിവൻ സ്പേസസിലുള്ള പുരുഷ റേപ്പുകൾ നടക്കുന്നുണ്ട്. അതായത് പുരുഷന്മാർ മറ്റു പുരുഷന്മാരെ റേപ്പ് ചെയ്തത്, അതിനെക്കുറിച്ച് ഇവർ പറയില്ല. കാരണം എന്താ? ഇവരുടെ ലെൻസ് മുഴുവനും ഇവർ തിരിച്ച് വെച്ചിരിക്കുന്നത് അലജ്ഡ് പീഡകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമാണ് ഇവരുടെ പൂർണ്ണമായിട്ടുള്ള അജണ്ട. അതിനുവേണ്ടി ഇവരൊരു പുരുഷ കമ്മീഷൻ രൂപീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ ഇവിടെ ശ്രീ ദിനുവയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മറ്റ് നിയമ പരിരക്ഷകളുണ്ട്. ഞാൻ 5 വർഷം മുമ്പേയും 3 വർഷം മുമ്പേയും ഈ വർഷവും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തിട്ടുള്ള സ്ത്രീയാണ്. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇത്രയും ജെൻഡർ പോസിറ്റീവ് ആയിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന, ജെൻഡർ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല പല നയങ്ങൾ എടുക്കുന്ന നമ്മുടെ ഒരു സ്റ്റേറ്റിൽ പോലും ഒരു സ്ത്രീക്ക് പോയി കംപ്ലൈന്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ വളരെയധികം ബുദ്ധിമുട്ട് വരുന്നത് വളരെ ലോ റെപ്രസെന്റേഷൻ ഓഫ് സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ നിയമത്തിലെ പോലെ തന്നെ നമ്മുടെ പോലീസ് സംവിധാനങ്ങളും. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒരു കേസ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ കേസ് ആക്സെപ്റ്റ് ചെയ്ത് ഒരു FIR ഇടിയിപ്പിക്കണമെങ്കിൽ എത്രയധികം സ്ട്രഗിൾ ചെയ്യണം. ഇത് വളരെ ഈസി ആയിട്ട് പറയുന്നുള്ളൂ. പുരുഷന് പോയി കേസ്, പുരുഷൻ എന്താ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കേസ് എടുക്കില്ലേ? പോലീസ് കേസ് എടുക്കും. നമ്മുടെ പോലീസിനെ താഴ്ത്തി കാണേണ്ട ആവശ്യമില്ല. എന്നാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പോയിട്ട് നമ്മളൊരു ഡൊമസ്റ്റിക് വയലൻസിന് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ 100 പ്രാവശ്യം നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ കേസ് പിൻവലിക്കുകയില്ലേ. കാരണം എന്താ? ഈ പോലീസുകാരന് കൃത്യമായിട്ട് അറിയാം, കുറച്ച് കഴിയുമ്പോൾ സോഷ്യൽ പ്രഷർ വരും, കുടുംബത്തിലെ പ്രഷർ വരും, ഈ സ്ത്രീക്ക് ചിലപ്പോൾ ഇത് പിൻവലിക്കേണ്ട വരും. ഈ പിൻവലിച്ച് കഴിയുമ്പോൾ ഈ പോലീസുകാർ ഇത്രയും ചെയ്ത വർക്ക് വെറുതെ ആയിപ്പോവും. ഇങ്ങനെ ഒരു വലിയ സിസ്റ്റമിക് ആയിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം നിലനിൽക്കുകയാണ്. ഈ സിസ്റ്റമിക് ഇൻജസ്റ്റിസുകൾ ഒന്നും തന്നെ പുരുഷൻ അനുഭവിക്കേണ്ട വന്നിട്ടില്ല.
പറഞ്ഞു തീർത്തത്. സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നമുക്ക് 4000 വർഷത്തെ റെക്കോർഡഡ് ടെക്സ്റ്റുവൽ, അതായത് ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയ മർദ്ദനങ്ങളുടെയും ചൂഷണങ്ങളുടെയും വലിയ എവിഡൻസ് നിലനിൽക്കുമ്പോഴാണ് ഇൻഫാക്ട് നമ്മൾ എന്താണ് നമ്മുടെ ശരീരങ്ങളുടെ ഘടനകൾ, സ്ത്രീ പുരുഷ ഭേദം നമ്മളിന്ന് പറയത്തില്ലേ, വ്യത്യാസങ്ങൾ, സ്ത്രീയുടെ പുരുഷന്റെ ശരീരഘടനയിൽ ഉള്ള വ്യത്യാസങ്ങൾ, ഈ വ്യത്യാസങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദിമ മനുഷ്യൻ ഉണ്ടായിരുന്ന വ്യത്യാസമല്ല ഇപ്പൊ കുറെ കൂടെ വീക്കർ ആയിട്ടുള്ളൊരു ദേഹമാണ് അല്ലെങ്കിൽ ശരീരമാണ് സ്ത്രീക്കുള്ളത്. എന്തുകൊണ്ടാണെന്നറിയാവോ? നമുക്ക് ഏകദേശം 4000 വർഷത്തെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പേർന്ന ശരീരമാണ്. ഇത് പ്രൂവൻ ആണ്. ഇതിൽ അക്കാഡമിക് പഠനങ്ങളുണ്ട്. ഒരു പഠനങ്ങളും ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ലാതെ എപ്പോഴും നമ്മുടെ ഈ വാദങ്ങളെല്ലാം തന്നെ പൊളിയുന്നത് ഇതിന് ഒരു ഇൻഡെപ്ത് സ്റ്റഡിയും ഇല്ലാതെയാണ് ഇവരുടെ വാദങ്ങളെല്ലാം തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ രാഹുൽ ഈശ്വർ പറയാൻ പോകുന്ന ഒരു സ്റ്റഡി കാണും. അതായത് 90 എന്താണ് ഏതോ ഒരു സമയത്ത് 2012 തോന്നുന്നു ഒരു ഡൽഹി വിമൻസ് കമ്മീഷന്റെ സ്ഥാനം എടുത്തോണ്ട് എല്ലാ ചർച്ചയിലും വരും. അത് കുറച്ച് കഴിയുമ്പോൾ പറയുമായിരിക്കും. അപ്പൊ ഞാൻ അതിന് റെക്കോർഡാണല്ലോ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒറ്റ പോയിന്റ്, അതായത് നമ്മളെല്ലാം ടാക്സ് കൊടുക്കുന്ന ആ പൈസ വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു കമ്മീഷൻ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ട്, ഇതുപോലുള്ള ജോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് എല്ലാം ഇരുന്ന് ചിരിക്കാമല്ലോ. ഈ കേൾക്കുന്നവർ ഉൾപ്പെടെ ഇരുന്ന് വളരെ ഒച്ചയ്ക്ക് നമുക്ക് ചിരിക്കാനുള്ള അവസരം തരുന്നതിന് എനിക്ക് രാഹുൽ ഈശ്വറിനോട് ഭയങ്കര നന്ദിയുണ്ട്.